അറിയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇന്നോവയ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ലേഡി ബഗ് ലിങ്കറി ആൻഡ് ഇന്നോവയ സ്റ്റോർ ചേലക്കര. ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ബ്രാ, പിന്നെ ബിഗിനേഴ്സിന് പറ്റിയ സ്പോർട്സ് ബ്രാ, അതിൽ തന്നെ പുഷപ്പ്, നോൺ പുഷപ്പ്, സീംലെസ്, ഫുൾ കവേർഡ് കളക്ഷൻസും ഇവിടെയുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള ബ്രാലറ്റ്സ്, പാൻറ്റീസിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുന്ന ഫുൾ ആൻഡ് ഹാഫ് സ്ലിപ്സ്, അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സും ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ സാരി കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ഷേപ്പ് വരുന്ന പട്ടക്സ് പാഡ്സും ഷേപ്പ് സ്കേർട്സും ഇവിടെയുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിയർ ചേലക്കര പോലീസ് സ്റ്റേഷൻ, ഓപ്പോസിറ്റ് സേവ് മാർട്ട് സൂപ്പർ മാർക്കറ്റ്. വെങ്ങാനല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മലയാള ഭാഷാ പഠനത്തിനായി സംഘടിപ്പിച്ച ദശദിന വായനാ കളരി ക്യാമ്പിന് ആവേശകരമായ സമാപനം. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാമെന്ന സന്ദേശവുമായി വെങ്ങാനല്ലൂർ ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച ദശദിന വായനാ കളരി ക്യാമ്പ് പ്രൗഢഗംഭീരമായ സമാപന സമ്മേളനത്തോടെ അവസാനിച്ചു. കുട്ടികളിൽ മാതൃഭാഷ വിജ്ഞാനവും വായനാശീലവും വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് 10 ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് ഒരുക്കിയത്. വായനശാല ഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രമുഖ വ്യക്തിത്വം ടി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ മോഹൻദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത അധ്യാപിക മായ ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് വിദ്യാർത്ഥികളോട് സംവദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി, ഗീത ഉണ്ണികൃഷ്ണൻ, നിത്യ ജയേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുകയും ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള വായനശാലയുടെ ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വായനയെ നെഞ്ചിലേറ്റിയ നിരവധി കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും സമാപന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ നടന്ന പരിപാടികളെ കുറിച്ചൊക്കെ ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത് കേട്ടപ്പോൾ 10 ദിവസമായിട്ട് മുഴുവൻ സമയം പങ്കെടുത്ത എത്ര ആളുണ്ടതില് കൈമതിക്കോ? എത്ര പേരുണ്ട് മുഴുവൻ സമയം 10 ദിവസം വന്നിട്ടുള്ള ആളുകളെ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ജീവിതത്തിലൊരു നല്ല അനുഭവം പങ്കിടാൻ കഴിഞ്ഞില്ലേ? അമ്മ കരയുമ്പോഴൊക്കെ അമ്മ മൊബൈല് തരുമോ കയ്യില്? ചെറുപ്പത്തില് ഓർമ്മയുണ്ടോ? അനുജത്തിക്ക് കൊടുക്കാറുണ്ടോ? ന്യൂസ് ഡെസ്ക് CCV.